ബാറുകളുടെ പ്രവർത്തന സമയം ഏകീകരിച്ച തീരുമാനം സംബന്ധിച്ച വിവാദത്തെ ശക്തമായി നേരിടാൻ സർക്കാർ. ടൂറിസം മേഖലയിലേതുപോലെ സംസ്ഥാനത്ത് എല്ലായിടത്തും സമയം ദീർഘിപ്പിക്കുന്നതിനെ പ്രതിപക്ഷം അനുകൂലിച്ചത് തുറന്നു പറയും. ആരോപണം ആവർത്തിച്ചാൽ പ്രതിപക്ഷത്ത് നിന്ന് ആരാണ് സംസാരിച്ചതെന്ന കാര്യവും വ്യക്തമാക്കും എന്നാണിപ്പോൾ സർക്കാർ പറയുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, എന്തായാലും ഈ ആരോപണത്തെയും ഒപ്പം വലിയ പ്രതിഷേധത്തെയും ഒക്കെ നേരിടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്ത് നിന്ന് ആരാണ് ചർച്ചകളിൽ പങ്കെടുത്തതെന്നുള്ളതൊക്കെ വ്യക്തമാക്കുമെന്നാണ് മന്ത്രി തന്നെ പറയുന്നത്. ഇന്നലെ എന്താണ് വാർത്ത അവസാനിക്കുന്ന തർക്കത്തിലാണ്. എന്താണ് തർക്കം? പ്രതിപക്ഷം സംസാരിച്ചു എം പി രാജേഷ് പറയുന്നു, അധികം പറഞ്ഞ് വിരട്ടല്ലെന്ന് പ്രതിപക്ഷ നേതാവും പറയുന്നു. അപ്പോൾ ഇനി ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന മേഖല അതാണ് ഷഫീദ്. ഉറപ്പായിട്ടും, കാരണം നിയമസഭാ സാഹചര്യമാണ്. മാത്രമല്ല ഈ ബാറുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് നേരത്തെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ ചൂടുപിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിത്തടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിനെ വിമർശിക്കാൻ പ്രതിപക്ഷം അതൊരു വടിയാക്കുന്നുണ്ട്. പക്ഷേ ഏത് അളവിൽ വരെ ആ വടി കൊണ്ട് സർക്കാരിനെ അടിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ മദ്യനയത്തിന്റെ ഭാഗമായി ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ അത് പ്രതിപക്ഷവുമായിട്ട് അടക്കം നടത്തി എന്നുള്ളതാണ് സർക്കാരിന്റെ ഇക്കാര്യത്തിലെ വാദം. മാത്രമല്ല ഇത് ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭയുടെയോ മുന്നണിയുടെയോ ആ ചർച്ചയിൽ കൊണ്ടുവരേണ്ട കാര്യമാണ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പല മന്ത്രിമാരും അത് അങ്ങനെ ഒരു ആവശ്യകത അതിനില്ല. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ് എന്നുള്ള മറുപടി അവർ അനൌദ്യോഗികമായി നൽകുന്നുമുണ്ട്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അത് നേരത്തെ അവർ പ്രഖ്യാപിച്ച മദ്യനയത്തിന്റെ ഭാഗമായിട്ടുള്ള തീരുമാനം എന്നുള്ളത് തന്നെയാണ് അവരുടെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിമർശനത്തെ ശക്തമായി നേരിടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയിലെ പോലെ സംസ്ഥാനത്ത് എല്ലായിടത്തും സമയം ദീർഘിപ്പിക്കുന്നതിനെ പ്രതിപക്ഷം അനുകൂലിച്ചത് തുറന്നു പറയും. മാത്രമല്ല ഈ ആരോപണം ആവർത്തിക്കുകയാണ്. നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ ആരോപണം ആവർത്തിച്ചാൽ പ്രതിപക്ഷത്ത് നിന്ന് ആരാണ് ചർച്ചയിൽ പങ്കെടുത്തത്, ആരാണ് അതിനെ സപ്പോർട്ട് ചെയ്തടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ഒരു പക്ഷേ രാഷ്ട്രീയ വിമർശനത്തിന് മറുപടിയായി തുറന്നു പറയാനൊക്കെ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സമയം ദീർഘിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷത്തെ സമീപിച്ചതായി ബാർ ഉടമകളുടെ സംഘടനയും സ്ഥിരീകരിക്കുന്നുണ്ട്. സമയം ദീർഘിപ്പിക്കുന്ന വിവരം LDF-ൽ ചർച്ച ചെയ്തിരുന്നു സ്ഥിരീകരിച്ച മുന്നണി നേതൃത്വവും രംഗത്ത് വന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ അക്കാര്യത്തിലേക്ക് എക്സൈസ് അതിന്റെ ഉത്തരവടക്കമുള്ള കാര്യങ്ങൾ ഇറക്കി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ രാഷ്ട്രീയമായ അക്കാര്യത്തിൽ ചർച്ച വരും ദിവസങ്ങളിലും ഉണ്ടാകും. ഹഷ്മി, പ്രവിധ. ശരി, ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഈ പറയുന്ന സംസാരിച്ച് ആര് എന്ന് എം പി രാജേഷ് പറയൂ എന്നുള്ള സംസാരിച്ചു. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കണ്ട, വിരട്ടണ്ടെന്നൊക്കെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു. അതേത് രീതിയിൽ വികാസം പ്രാപിക്കുന്നു ഈ ദിവസത്തെ രാഷ്ട്രീയാകാംക്ഷയാണ് കേട്ടോ. അതെ, LDF കൺവീനർ പോലും അറിഞ്ഞിട്ടില്ല, പിന്നെയാണ് പ്രതിപക്ഷമെന്നാണ് VD സതീശൻ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.